അടുത്തത് 28 ജാനുവരി ഷിഫ്റ്റ് 1 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. If alpha beta where alpha less than beta are the roots of the equation lambda x square minus lambda plus 3 into x plus 3 equal to 0 such that 1 by alpha minus 1 by beta equal to 1 by 3 then the sum of all possible values of lambda is. അതിന്റെ രണ്ട് റൂട്ട്സ് തന്നിട്ടുണ്ട്. 1 by alpha minus 1 by beta equal to 1 by 3. ആൽഫ ബീറ്റ ആണ് റൂട്ട്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് നേരെ സം ഓഫ് റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സും എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ എന്താവും? മൈനസ് ബി ബൈ എ. ലാംഡ പ്ലസ് 3 ബൈ ലാംഡ. ആൽഫ ബീറ്റ എന്താവും? ആൽഫ ബീറ്റ സി ബൈ എ ആണ്, അതിവിടെ 3 ബൈ ലാംഡ. പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ 1 ബൈ ആൽഫ മൈനസ് 1 ബൈ ബീറ്റ ഈക്വൽ ടു 1 ബൈ 3 വിച്ച് മീൻസ് ബീറ്റ മൈനസ് ആൽഫ ബൈ ആൽഫ ബീറ്റ ഈക്വൽ ടു 1 ബൈ 3 ദാറ്റ് ഈസ് ബീറ്റ മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ ബീറ്റ ബൈ 3. ഈ ആൽഫ ബീറ്റ ബൈ 3 ഇവിടെ നിന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ആണ്. അപ്പോൾ 1 ബൈ ലാംഡ ബീറ്റ മൈനസ് ആൽഫന്റെ വാല്യൂ എന്താണ്? 1 ബൈ ലാംഡ. നമുക്ക് ലാംഡന്റെ പോസിബിൾ വാല്യൂസിന്റെ സം ആണ് കാണേണ്ടത്. നമുക്കറിയാം ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ എന്താണ്? ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ത് ചെയ്താൽ മതി? ഒരു 4 ആൽഫ ബീറ്റ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ബൈ ലാംഡ ഹോൾ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ലാംഡയിലേക്ക് മാറ്റാണ്. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാംഡ പ്ലസ് 3 ബൈ ലാംഡ ഹോൾ സ്ക്വയർ minus 4 into alpha beta is 3 by lambda. 3 by lambda. Lambda square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പോൾ ലാംഡ പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 12 ലാംഡ. ഇവിടെ ലാംഡ മേലെ വരും. അപ്പോൾ 1 is equal to ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 9 മൈനസ് 12 ലാംഡ. ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 4ഉം 2. ലാംഡന്റെ വാല്യൂ എന്താണ്? 4ഉം 2ഉം. Sum of possible values of lambda 6. Sum of possible values of lambda 6 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.